ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടെന്ന ആക്ഷേപം നേരിടുന്ന ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ വകുപ്പുതല നടപടി സ്വീകരിക്കും. കേസ് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തുടർ നടപടിക്കായി DGP റവാഡ A ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിനെ കൈമാറി. ആഭ്യന്തര സെക്രട്ടറി വഴി റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മുന്നിലെത്തും. അദ്ദേഹവും മുഖ്യമന്ത്രി VD സതീശനും കൂടിയാലോചന നടത്തിയ ശേഷമാകും നടപടി തീരുമാനമാകുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ഇടപെട്ടെന്ന SIT കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉചിത നടപടി വരുമെന്നാണ് സൂചനകൾ. നടപടിയുടെ കാഠിന്യം എത്ര വരെയാകുമെന്ന കാര്യത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ കർശന നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിലപാട്. സസ്പെൻഡ് ചെയ്യുകയോ കുറ്റങ്ങൾ ചുമത്തി മെമ്മോ നൽകിയുള്ള വകുപ്പുതല നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ DGP റാങ്കിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മുടങ്ങും. അഗ്നിരക്ഷാസേനാ മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കും. അതിനു മുൻപ് നടപടി വന്നില്ലെങ്കിൽ അജിത് കുമാറിന് DGP റാങ്ക് ലഭിക്കുമെന്ന പ്രചാരണമുണ്ട്. എന്നാൽ അത് ശരിയല്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ സ്ഥാനക്കയറ്റം ലഭിക്കൂ. കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്ന് പറയുന്ന സമയത്ത് താൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നുവെന്ന് DGPക്ക് നൽകിയ വിശദീകരണത്തിൽ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതു സംബന്ധിച്ച യാത്രാരേഖകളും കൈമാറി. കേസ് ഡയറി തിരുത്താൻ ഓഫീസിലെ ഗ്രേഡ് SIമാർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കാലതാമസവും വന്നിട്ടില്ല. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാൻ മനഃപൂർവ്വം നടപടി വൈകിപ്പിക്കുകയാണെന്ന പ്രചാരണവുമുണ്ടായി. അജിത് കുമാറിനെതിരെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് ഞാനാണ് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു.